വികസനത്തിന്റെ വിസിൽ മുഴക്കം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചരക്ക് നീക്കത്തിന് ഔദ്യോഗിക തുടക്കം. തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഔപചാരിക സ്വീകരണം നൽകി. 2028 സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക് ആദ്യം. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പാണ് അവസാനിച്ചത്. 2015 നിർമ്മാണം ആരംഭിച്ച് 9 വർഷം കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കിയാണ് ചരക്ക് നീക്കത്തിന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്തിയതിന്റെ ആഘോഷ സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ബലൂണുകൾ പറത്തുന്ന ആ ആഘോഷ നിമിഷമാണ് നമ്മൾ. രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന പ്രത്യേകതയുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്. 3 മാസം നീളുന്ന ട്രയൽ റണ്ണാണെങ്കിലും ഓപ്പറേഷൻ ആരംഭിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 17 കൊല്ലം മുൻപേ തന്നെ ഇതിനെ സമ്പൂർണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ ഉള്ള കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ്. കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കി സാൻ ഫെർണാണ്ടോ ഇന്ന് തന്നെ മടങ്ങുമെന്നാണ് നേരത്തെ തുറമുഖ അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ ഓരോ ക്രെയിനുകളും സമയമെടുത്ത് പരിശോധിച്ചാണ് കണ്ടെയ്നറുകൾ ഇറക്കുന്നത്. കപ്പലിന്റെ മടക്കം ചിലപ്പോൾ ഞായറാഴ്ചത്തേക്ക് നീണ്ടേക്കും. മദർഷിപ്പ് തുറമുഖം വിട്ടാൽ 2 ഫീഡർ കപ്പലുകൾ ചരക്കെടുക്കാനെത്തും. MSCയുടെ 400 മീറ്റർ നീളമുള്ള കൂറ്റൻ മദർഷിപ്പ് അടുത്തയാഴ്ചകളിൽ വിഴിഞ്ഞത്തെത്തും. വിഴിഞ്ഞം തുറമുഖം മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ്. മദർഷിപ്പുകൾക്ക് യഥേഷ്ടം വിഴിഞ്ഞത്തേക്ക് എത്താൻ കഴിയുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. 2028 ഈ തുറമുഖം പൂർണ്ണ സജ്ജമാവുകയും ചെയ്യും. അതിനുള്ള തുടക്കമാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത്. ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, ടീം 24.